എം.കെ. മുനീറിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ആരോപണം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാലാണ് മുനീറിന് സീറ്റ് നിഷേധിക്കാൻ കാരണമെന്നും എളമരം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുനീർ മാതൃഭൂമി ന്യൂസ് നൽകിയ അഭിമുഖം ഉയർത്തിക്കാട്ടിയാണ് എളമരം കരീമിന്റെ പ്രതികരണം. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുന്നത്. അവർ UDFുമായി മുസ്ലിം ലീഗുമായും UDFുമായും വളരെ യോജിപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി UDFിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ആദർശപരമായി ഐഡിയോളജിക്കലി കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ഇപ്പോൾ മാത്രം പ്രകടിപ്പിച്ചതല്ല, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ലെന്ന് ആരാണ് വിലക്കിയത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അനാരോഗ്യ പ്രശ്നമൊന്നുമല്ല. പിന്നെ വീട് ജപ്തി ചെയ്യാൻ പോയി, അതിൻ്റെ സാമ്പത്തിക പ്രയാസം, ആ പ്രശ്നമൊന്നും മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അശക്തനാക്കുന്ന കാര്യമല്ല. അതേസമയം മുനീർ മറുപടി പറയുന്നുണ്ട്. എളമരം കരീമിന്റെ ആരോപണത്തിന് ഒരു പ്രസക്തിയുമില്ല. ലീഗ് സ്ഥാനാർത്ഥി നിർണ്ണയം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഓടി നടന്ന് പ്രചാരണം നടത്താനുള്ള ആരോഗ്യമില്ല. അത് പരിഗണിച്ചായിരിക്കും പാർട്ടി തീരുമാനം. എന്താണ് എം.കെ. മുനീറിന്റെ ഇതിനുള്ള മറുപടി?